ദൈവസന്നിധിയിലെ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ ചില കണ്ടീഷനുകൾ വെക്കാറുണ്ട്. എൻ്റെ ഇന്ന കാര്യങ്ങൾ സാധിച്ചു തന്നാൽ ഞാൻ ഇന്നതുപോലെയൊക്കെ ചെയ്തോളാമേ. പരീക്ഷയിൽ പാസ്സായാൽ, വിദേശത്ത് പോയാൽ ഞാൻ എൻ്റെ 1 മാസത്തെ ശമ്പളം തരാം. അല്ലെങ്കിൽ പരീക്ഷയിൽ പാസ്സായാൽ ഞാൻ ഇത്ര മെഴുകുതിരി കത്തിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇത്ര ദിവസം ഉപവാസം എടുക്കാം. എൻ്റെ കിട്ടുന്നതിൻ്റെ ഒരു അംശം ഞാൻ ദൈവസന്നിധിയിൽ തരാം. എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരണമേ എന്ന് നമ്മൾ ദൈവത്തോടെ പ്രാർത്ഥിക്കാറില്ലേ? സ്നേഹമുള്ളവരെ, നമ്മളുടെ നേർച്ച കാഴ്ചകളേക്കാൾ, നമ്മൾ കത്തിക്കുന്ന മെഴുകുതിരിയേക്കാളും, നമ്മുടെ ഉപവാസത്തെക്കാളും, നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാളൊക്കെ ഉപരി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ദൈവം നമ്മളോട് വെക്കുന്ന കുറേ കണ്ടീഷനുകൾ, നമ്മുടെ ജീവിത രീതി, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ ദൈവം പരിശോധിക്കുന്നത്. ഹൃദയത്തെ ദൈവം പരിശോധിച്ചിട്ടാണ് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നത്. അല്ലാതെ നാം ഓരോരുത്തരും കാട്ടിക്കൂട്ടുന്ന ഭാഗിക ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ സമ്പത്ത് കൊടുത്ത് നമുക്ക് ദൈവത്തെ വിലയ്ക്ക് വാങ്ങാനോ നാം ഒരിക്കലും ആഗ്രഹിക്കരുത്. നമ്മുടെ സമ്പത്തിലോ നമ്മുടെ ആചാരാനുഷ്ഠാനത്തിലോ നാം ഭാഗികമായി കാട്ടിക്കൂട്ടുന്നതിൽ ഒന്നുമല്ല ദൈവം സംതൃപ്തനാകുന്നത്. ദൈവം എപ്പോഴും അളക്കുന്നത് ഓരോ മനുഷ്യൻ്റെയും ഹൃദയ വിചാരങ്ങളെയാണ്. അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാനെന്നും ദൈവം ഹൃദയത്തെ പരിശോധിച്ച് ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് പ്രതിഫലം നൽകുന്നു എന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ നാം ദൈവത്തോടെ കണ്ടീഷൻ വെക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരും നോക്കി കണ്ടീഷൻ വെക്കുന്നുണ്ട്. ആ കണ്ടീഷനാണ് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം വിശുദ്ധമാകുന്നു, ഹൃദയം എത്രത്തോളം വിശുദ്ധമാകുന്നു, നമ്മുടെ പ്രവൃത്തികൾ എത്രത്തോളം നന്മയുള്ളതാകുന്നു, നമ്മൾ എത്രത്തോളം നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മുടെ ചിന്തകളിലൂടെയും കാഴ്ചകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മൾ നന്മ പ്രവർത്തിക്കുന്നു. അതനുസരിച്ചായിരിക്കും ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നത്. അതല്ലാതെ ഭാഗികമായ നാം കാണിച്ചു കൂട്ടുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നത്. ഉള്ളു തുറന്ന് ദൈവത്തെ വിളിക്കുക. അതാണ് ചുങ്കക്കാരൻ്റെയും ഫാരിസയൻ്റെയും ഉപമയിൽ യേശു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഫാരിസയൻ എല്ലാ ഭാഗിക ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവനായിട്ടും അവൻ അവിടുന്ന് എങ്ങനെയാണ് കടന്നു പോകുന്നത്? എന്നാൽ ദൈവസന്നിധിയിൽ എത്തി നോക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഹൃദയം തുറന്നു പ്രാർത്ഥിക്കുന്ന ചുങ്കക്കാരനെ നമ്മളവിടെ കാണുന്നുണ്ട്. നീതീകരിക്കപ്പെട്ടവനായി അവനാണ് ഭവനത്തിലേക്ക് പോയത്. അതേ സ്നേഹമുള്ളവർ, നമ്മൾ ദൈവത്തോടെ കണ്ടീഷൻ വെക്കുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെ നോക്കി ദൈവവും കണ്ടീഷൻ വെക്കുന്നുണ്ട്. ആ കണ്ടീഷൻ നമ്മൾ കേട്ടല്ലോ, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതനുസരിച്ച് ജീവിക്കുക. തീർച്ചയായും നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് നൽകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക.